അങ്ങനെ വിധേയൻ സിനിമയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെയും സീരിയലുമൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അന്ന് ഫോണില്ല. അന്ന് വീട്ടിൽ നമ്മളവിടുന്ന് ഫോണൊന്നും കിട്ടിയിട്ടില്ല, ഉള്ള സമയമല്ല. ഫോൺ തന്നെ ഞാൻ 3 വർഷം ഫോൺ ബുക്ക് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ കിട്ടുന്നത്. അത് 96-ലൊക്കെയാണ് ഫോൺ കിട്ടുന്നത്. ഇത് 95-ൽ നടക്കുന്ന സംഭവമാണ്. 93 കഴിഞ്ഞ് 94 കഴിഞ്ഞ് 95-ൽ നടക്കുന്ന സംഭവമാണ്. 95-ൽ ഞാൻ എവിടെയോ ഷൂട്ടിംഗ് ആയിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു, അടൂർ സാറിൻ്റെ ഫോൺ ഇവിടെ അപ്പുറത്ത് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ വിളിച്ച് ഞാൻ പോയി അറ്റൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്ന ഉടനെ തിരിച്ച് വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നിട്ട് തിരിച്ച് വിളിച്ചു. സാറിനെ തിരിച്ച് വിളിച്ചപ്പോൾ ഒന്നിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങനെ സ്പിൽബർഗിൻ്റെ പടത്തിലെ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചിരുന്നു. ബോംബെയിലുള്ള, എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയാണ്. അവരെ വിളിച്ചിരുന്നു. ഗവർണറുടെ വിവരങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ഉമാ ഡക്കുന എന്ന് പറയുന്ന ബോംബെയിലുള്ള അതിൻ്റെ കാസ്റ്റിംഗ് ഏജൻറ്റ് അവർ കളക്ട് ചെയ്തത് അടൂർ സാറിൽ നിന്നാണ്. അപ്പോൾ അടൂർ സാർ ഇതെല്ലാം കൊടുത്തു, അവരിതെല്ലാം അയച്ചു കൊടുത്തു. അതിന് ശേഷം എനിക്ക് അവരുടെ ഹോളിവുഡിൽ നിന്ന് ആ കമ്പനിയിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് അയച്ചു തന്നു. ഒരു രണ്ട് പേജുള്ള സ്ക്രിപ്റ്റ്. എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ചെയ്യാൻ അറിയാവുന്ന ഒരാൾ വേണമെന്ന് വെച്ചിട്ട് എൻ്റെ സുഹൃത്തെന്നുള്ളതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ജനാർദ്ദനൻ, പിന്നീട് ആണ് അദ്ദേഹം ഡോക്ടറൊക്കെ ആയത്. അന്ന് അദ്ദേഹം നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ടെലിവിഷൻ പിന്നെ ഷോർട്ട് ഫിലിംസും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അയാളെ വിളിച്ച് പറഞ്ഞു, ഞാൻ അയാളുടെ കൂടെ വിളിച്ച് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ആ 2 സീനും ഷൂട്ട് ചെയ്ത് VHSൽ ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ, അതായത് കൊറിയറിൽ വിളിച്ച് പറഞ്ഞ് 5 മണിക്ക് കൊറിയർ ക്ലോസ് ചെയ്യും. ഞാൻ പിന്നെ കൊറിയറിൽ വിളിച്ച് പറഞ്ഞ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് 5 മണി, അതിന് ശേഷം 5 മണി ഞാൻ കഴിഞ്ഞു അവിടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയാണ് ഇത് അയക്കുന്നത് തന്നെ, ആ കാസറ്റ് അയക്കുന്നത് തന്നെ. അത് പോയിട്ട് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞിട്ട് 2 മാസത്തോളം കഴിഞ്ഞിട്ടാണ് യു ഹാവ് ബീൻ സെലക്റ്റഡ് എന്നും പറഞ്ഞ് അറിയിക്കുന്നത്. അങ്ങനെ സെലക്റ്റഡ് എന്നും പറഞ്ഞ് ഈ ഏജൻറ്റ്, കാസ്റ്റിംഗ് ഏജൻ്റ് എന്ന് പറഞ്ഞ് ഉമാ ഡക്കുന എന്ന് പറയുന്ന മാഡം അവർ വിളിച്ച് പറഞ്ഞു, മറ്റവർ ഹോളിവുഡിൽ നിന്ന് വിളിക്കും. അപ്പോൾ പറഞ്ഞു, രാത്രിയിലായപ്പോൾ അവർ വിളിച്ചു, സന്തോഷമുണ്ട്, നിങ്ങളെ അതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നു, ഈ പടത്തിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അമേരിക്കൻ എംബസി അന്ന് ചെന്നൈയിലേ ഉള്ളൂ, ചെന്നൈയിൽ പോകണം, ചെന്നൈയിലൂടെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തിട്ട് ഹോട്ടൽ നമ്പരൊക്കെ അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക, അതൊക്കെ പറഞ്ഞ് തന്നു. അതെല്ലാം അതുപോലെ ചെയ്തു. ഞാൻ ചെന്നൈ പോയി, ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ നേരെ ചെന്നൈ പോയിട്ട് അവിടെ ഹോട്ടലിൽ പോയി ഒരു ഹോട്ടലിൽ പോയി താമസിച്ചു. ആ ഹോട്ടൽ നമ്പർ അവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എല്ലാ ദിവസവും വിളിക്കും. 2-3 ദിവസം കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ ദിവസവും വിളിച്ചിട്ട് അതെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഉടനെ എന്തെല്ലാം അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു ദിവസം വിളിച്ചിട്ട് ഇതുപോലെ രാത്രിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, പറ്റില്ല, കാരണം അതിൻ്റെ വിസയുടെ പ്രോസസ്സിങ് നിങ്ങളുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. അതെന്താണെന്നറിയാം, അത് അന്ന് ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ പോകാൻ വളരെ പ്രയാസമുള്ളൊരു കാലമായിരുന്നു. അവരുടെ ഒരുപാട് വെരിഫിക്കേഷനും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾക്ക്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പുള്ള പൗരത്വമുള്ള ഒരാൾക്ക് അമേരിക്കയിൽ പോകാൻ അന്ന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ പോകുന്നത് സിനിമയിൽ അഭിനയിക്കാനാണ്. പക്ഷേ അത് ജോലി ചെയ്യാൻ പോകുന്നതായിട്ടാണ്. അവിടെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ജോലി ചെയ്താണ്. അപ്പം ജോബ് വിസ വേണം. ആ ജോബ് വിസയ്ക്ക് അവർക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസൊക്കെ ഇന്നാണെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. അന്ന് ഈ 10-30 വർഷം മുമ്പ് അത് വളരെ പ്രയാസമായിരുന്നു. അതിൻ്റേതായ സമയം എടുക്കുമായിരുന്നു. അവിടെ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്, ആർട്ടിസ്റ്റ് ഗിൽഡ് എന്ന് പറയും. അവരുടെ ക്ലിയറൻസ് വേണം. അപ്പോൾ അതിന് ഒരുപാട് ഫോർമാലിറ്റി, പ്രത്യേകിച്ച് ഇന്ത്യൻസിനാകുമ്പോൾ അതിന് ഒരുപാട് വെരിഫിക്കേഷനും ഇതൊക്കെ ഉണ്ട്. അത് ഈ സമയത്തിനുള്ളിൽ തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ സേഫായിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് വേറൊരാളെ സെലക്ട് ചെയ്തു. ആ ആളെന്ന് പറയുന്നത് ലണ്ടനിലുള്ള ഒരാളാണ്, ഒരു ഇന്ത്യൻ വംശജൻ, മലയാളിയല്ല, ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ വംശജനാണ്. പക്ഷേ അയാൾക്ക്
ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പുള്ള ആളാണ്. ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പുള്ള ഒരാളിന് യു എസിൽ വളരെ പെട്ടെന്ന് വിസ, ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ വിസ കിട്ടുമായിരുന്നു. അങ്ങനെ അയാൾ പോയി ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സിനിമയിൽ അയാൾ അഭിനയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേൾഡ് ലോസ്റ്റ്, നഷ്ടപ്പെട്ട ലോകമായി. ഈ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സിനിമ അത് സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അത് വന്നു, അത് പിന്നെ ഇന്ത്യൻ വംശജൻ ചെയ്തു. വലിയ വേഷമൊന്നുമല്ല, പക്ഷേ നമ്മളാ പടത്തിൽ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാകുമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ആദ്യം സിനിമയിൽ പോയ ആൾ മുരളിയായിരുന്നു. ഏറ്റവും അവസാനം ഞങ്ങളുടെ നാടക സംഘത്തിൽ വന്ന് ചേർന്ന ആൾ മുരളിയായിരുന്നു. മുരളി കേരളത്തിൽ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഓഫീസിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഒരുപാട് എന്താ ഈ നക്സൽ പശ്ചാത്തലവും ഒക്കെ ഉള്ള ആളായിരുന്നു. തീവ്ര കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. നക്സൽ പശ്ചാത്തലം കുറേയൊക്കെ ഉണ്ട്. ശാസ്താംകോട്ട DB കോളേജ്, ദേവസ്വം ബോർഡ് കോളേജിൽ നിന്നും ശങ്കരപ്പിള്ള സാറ് പറഞ്ഞു വിട്ട ആളാണ്. ശങ്കരപ്പിള്ള സാറ് പുറത്താക്കിയ ആളാണ്. അവിടെ ആൻറ്റി കോളേജ് ആക്ടിവിറ്റീസ് നടത്തിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കിയ ആളാണ്. പിന്നീട് ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരുപാട് നാടകങ്ങൾ മുരളി ചെയ്തിട്ടുണ്ട്. മുരളി ഞങ്ങളുടെ നാടക സംഘത്തിൽ വരുന്നത്, ഞങ്ങൾ നാട്യഗൃഹം എന്ന് പറയുന്ന നാടക സംഘം ഒരു നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. ആ നാടക ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ടാണ് മുരളി വരുന്നത്. പങ്കെടുക്കാൻ വന്നു. ആ നാടക ക്യാമ്പ് കഴിഞ്ഞു. നാടകത്തിന് ക്യാമ്പിൻ്റെ പ്രൊഡക്ഷനായിട്ട് ഒരു പ്ലേ ചെയ്തു. അതാണ് മഴ എന്ന് പറയുന്ന നരേന്ദ്രപ്രസാദിൻ്റെ തന്നെ നാടകം. ആ നാടകത്തിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ നേരെ നാട്യഗൃഹത്തിലേക്ക് പുള്ളി വരികയായിരുന്നു. നാട്യഗൃഹത്തിൽ മുരളി വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്തത് CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകമായിരുന്നു. ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തിൽ രാവണനായിട്ടായിരുന്നു മുരളി ചെയ്തത്. ലങ്കാലക്ഷ്മിയിലെ ഹീറോ രാവണനാണ്. അതൊരു രാമായണം തന്നെ ഇതിഹാസമാണ്. ലങ്കാലക്ഷ്മിയും ഒരു നാടകത്തിലെ ഒരു ഇതിഹാസമായിരുന്നു. മുരളി മനസ്സറിഞ്ഞ് ചെയ്ത ഒരു നാടകമായിരുന്നു ലങ്കാലക്ഷ്മി. ലങ്കാലക്ഷ്മി അതിൻ്റെ വളരെ പൊയറ്റിക്കാണ് അതിൻ്റെ ശ്രീകണ്ഠൻ നായർ എഴുതിയിരിക്കുന്നത് തന്നെ. അപ്പോൾ അത് മുരളി ഉറക്കത്തിൽ നിങ്ങൾ മുരളി നല്ല ഉറക്കത്തിൽ ആയിരിക്കുമ്പോഴും ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ആ നാടകത്തിലെ മുരളിയുടെ ഡയലോഗിൻ്റെ ഏതെങ്കിലും ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മുരളി ഉറക്കത്തിൽ ബാക്കി പറയും. ഫുൾ ഉണർന്നിട്ടില്ല, ആ ഉറക്കത്തിൽ ബാക്കി പറയും. അത്രയ്ക്ക് തലച്ചോറിനകത്ത് കയറ്റി വെച്ചിരുന്നൊരു നാടകമായിരുന്നു. മുരളിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മുരളിയുടെ സ്റ്റോറി, എഡ്വേർഡ് ആൽബിയുടെ സ്റ്റോറി എന്ന് പറയുന്ന നാടകം നാട്യഗൃഹം ചെയ്തു. അതിൽ പ്രധാന കഥാപാത്രം ചെയ്തത് മുരളിയായിരുന്നു. അത് എഡ്വേർഡ് ആൽബി സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്തതും മുരളിയാണ്. മുരളി തന്നെ ആ നാടകം ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ സെൻട്രൽ ക്യാരക്ടർ അഭിനയിച്ചു. നരേന്ദ്രപ്രസാദാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അതും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്റ്റേജുകളിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ശനിദശ എന്ന് പറയുന്നൊരു നാടകം, ചെറുകാടിൻ്റെ നോവലാണ് ശനിദശ. ആ നോവലിൻ്റെ നാടകമാക്കിയത് നരേന്ദ്രപ്രസാദാണ്. ആ നാടകത്തിലും മുരളി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. ഒരു പ്രധാനപ്പെട്ടല്ല, അതിൽ എല്ലാവരും പല വേഷങ്ങളും ചെയ്തിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഒരാൾ പല വേഷങ്ങൾ ചെയ്യണം, മാറി മാറി വരും. അങ്ങനെ മുരളി വേഷം ചെയ്തിരുന്നു. മുരളി അതിൽ ചെയ്തൊരു വേഷം എന്ന് പറയുന്നത് ഒരു ഇൻസ്പെക്ടറുടെ വേഷമാണ്, സബ് ഇൻസ്പെക്ടറുടെ വേഷമാണ്. അപ്പോൾ ആ സമയത്ത് മുരളിയുടെ കല്യാണം നടന്നിട്ടില്ല. മുരളി കല്യാണമൊക്കെ ഫിക്സ്, കാരണം മുരളിയുടെ അമ്മാവൻ്റെ മകളെ ആയിരുന്നു മുരളി കല്യാണം കഴിച്ചത്. അത് നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്ന കാര്യവുമായിരുന്നു. അത് ഇവർ തമ്മിലുള്ള പ്രണയം, അതുകൊണ്ടെങ്കിൽ പ്രണയവും അറേഞ്ചിലും കൂടെ ആയിരുന്നു. അങ്ങനെ ഒരു മാരേജ് ആയിരുന്നു. അമ്മാവൻ്റെ മകൾ തന്നെയാണ്, തൊട്ടടുത്ത് ഒരുമിച്ച് തന്നെയാണ് താമസിച്ചിരുന്നതൊക്കെ. ആ അമ്മാവൻ്റെ മകളാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ നാടകം, ഇതാണെങ്കിൽ സ്റ്റൈലൈസ്ഡ് നാടകമാണ്. ഈ നാടകത്തിൽ ഈ SI എന്ന് പറഞ്ഞാൽ SIയുടെ വേഷമല്ല ഇടുന്നത്. അത് മറ്റേ പ്ലാവല കൊണ്ടുള്ള തൊപ്പിയും ഇങ്ങനത്തെ ക്രോസ് ബെൽറ്റൊക്കെ പ്ലാവല കൊണ്ടും അങ്ങനെ ഒരു നിക്കർ മാത്രമൊക്കെ ഇട്ട്, അങ്ങനെ അതാണ് SI ആയിട്ട് വരുന്ന ആളുടെ വേഷം. മുരളിയുടെ വീട്ടിൽ നിന്ന്
മുരളിയുടെ അമ്മയും പിന്നെ അമ്മാവന്മാരും അതുപോലെ തന്നെ ഭാവി വധുവും ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും കൂടെ ഈ നാടകം കാണാൻ വന്നിരുന്നു. അവർ നോക്കുമ്പോൾ ഈ എസ് ഐ എന്ന് പറഞ്ഞാണ് അവർ നാടകം കാണാൻ വന്നത്, എസ് ഐ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ തൊപ്പിയും വെച്ച് പിള്ളേർ കളി പ്ലാവിലെ തൊപ്പിയും വെച്ച് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് ഞങ്ങൾ മുരളി ഒരുപാട് മിക്കവാറും നിൻ്റെ കല്യാണം പോക്കാടാന്നൊക്കെ പറഞ്ഞ് അവൾ നിന്നെ കളഞ്ഞിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കല്യാണം നടന്നു. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മുരളി ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ മുരളി ശ്രമിക്കും എന്നുള്ളതാണ്. ഈ ലങ്കാലക്ഷ്മിയിലെ രാവണൻ്റെ ചുവട് വയ്ക്കാൻ വേണ്ടിയിട്ട് രാവണൻ്റെ ആ സ്റ്റെപ്പ് സ്റ്റൈലൈസ്ഡാണ് ആ പ്രസൻറ്റേഷൻ. അതിന് വേണ്ടിയിട്ട് അയാൾ കളരി പഠിച്ചു, അതിന് വേണ്ടി പോയി കളരി പഠിച്ചു. കളരി പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. എല്ലാ ദിവസവും വൈകുന്നേരം പോയി കളരി പഠിച്ചിട്ടാണ് അയാൾ കളരി പോയി ചെയ്തിട്ടാണ് റിഹേഴ്സലിന് വരുന്നത്. അങ്ങനെ ഒരു 3 മാസം റിഹേഴ്സൽ ചെയ്തിട്ടാണ് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തിൽ രാവണനായിട്ട് മുരളി ചെയ്തത്. അതൊരു മാസ്റ്റർലി പെർഫോമൻസ് ആയിരുന്നു മുരളിയുടെ. അവസാനമൊക്കെ ഈ ഈ ഈ രാവണൻ്റെ മടിയിൽ മണ്ഡോദരി കിടക്കുമ്പോൾ പ്രിയേ, രാവണൻ്റെ ജീവിതം ഒരു പാഴ്ചലവായിരുന്നു എന്ന് ചോദിക്കും. അത് രാവണൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാവണൻ മണ്ഡോദരിയുടെ മടിയിൽ കിടന്ന് ചോദിക്കുന്നതാണ്. അതൊക്കെ മുരളി ഗംഭീരമായിട്ട് ചെയ്ത നാടകമാണ്. ആ മുരളി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആർദ്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് സുരേഷ് ഉണ്ണിത്താനാണ് ഡയറക്റ്റ് ചെയ്തത്. അതിൽ മുരളിയായിരുന്നു നായകൻ. ആലപ്പുഴ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. അത് മുരളി പറഞ്ഞിട്ടാണ് സുരേഷ് ഉണ്ണിത്താൻ എന്നെ വിളിക്കുന്നത്. ഞാൻ പോയി ഒരു ദിവസം അഭിനയിച്ചു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സീനുള്ളൂ. പിന്നെയും 3-4 സീനുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് അപ്പോഴത്തെ അടുത്ത ദിവസത്തേക്ക് അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് വണ്ടി എൻ്റെ വീടിൻ്റെ മുമ്പിലെത്തുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച് കിടക്കുകയായിരുന്നു. ആ മരിച്ച ദിവസമായിരുന്നു. അന്ന് ഡെഡ് ബോഡി എടുത്തിട്ടില്ല അവർ വന്നത്. വിളിച്ച് പറയാനുള്ള ഫോണോ അങ്ങനത്തെ കാര്യങ്ങൾ അന്ന് ഫോണൊന്നുമില്ല. പിന്നെ ആ വണ്ടി തിരിച്ച് പറഞ്ഞു വിട്ടു. പിന്നെ മുരളി പറഞ്ഞിട്ടാണ് എനിക്ക് നാരായം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ ഒരു വേഷം കിട്ടിയത്. നാരായം എന്ന് പറയുന്നത് ശശിശങ്കർ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് നാരായം എന്ന് പറയുന്നത്. അതിൽ ഉർവശിയുടെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അതൊരു നല്ല വേഷമായിരുന്നു. അത് ശരിക്കും എൻ്റെ റിലീസായ ഈ വിധേയൻ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നാരായം ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ആദ്യം റിലീസ് ചെയ്തത് നാരായമാണ്. അതൊരു നല്ല സിനിമയായിരുന്നു. ശരിക്കും ഞാൻ പാടി ഒരു പാട്ട് സീനിൽ എൻ്റെ ഫേസ് വരുന്നത് അതിനകത്താണ്. ശ്രീരാമനാമം ജപസാന്ദ്രം എന്ന് പറയുന്നൊരു പാട്ടിനകത്ത് ആ സീനിൽ അതിൽ ഞാൻ എൻ്റെ ഷോട്ട്സും കാണിക്കുന്നുണ്ട്. ഞാനൊരു പൂജാരിയായിട്ട്, ഒരു അമ്പലത്തിലെ പൂജാരിയായിട്ടാണ് അതിൽ ആ പാട്ടിൽ വരുന്നത്. അപ്പം അത് കാണിച്ചു. അത് കഴിഞ്ഞു പിന്നെ വേറൊരു സിനിമ VM വിനു സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി ആ സിനിമയിൽ മുരളി പറഞ്ഞിട്ടാണ് എന്നെ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. ഹരിചന്ദനം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമ റിലീസായിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടുമില്ല. അത് കഴിഞ്ഞിട്ടില്ല. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സീരിയലിൽ അഭിനയിച്ചു. അത് അരനാഴിക നേരം എന്ന് പറയുന്ന സീരിയലാണ്. നേരത്തെ അരനാഴിക നേരം സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായർ ആണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. ആ കൊട്ടാരക്കര ശ്രീധരൻ നായർ ചെയ്ത വേഷം സീരിയലിൽ മുരളി ചെയ്തു. ആ സിനിമയിൽ അടൂർ ഭാസി ചെയ്ത വേഷം സീരിയലിൽ ഞാൻ ചെയ്തു. ആ സീരിയല് നിർഭാഗ്യവശാൽ, കാരണം മുരളിക്ക് അസുഖമൊക്കെ വന്ന് മുരളിക്ക് ഷൂട്ടിങ് വരാൻ പറ്റാതെയായി. ബുദ്ധിമുട്ട് അവസാന സ്റ്റേജിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മുരളി മദ്യപാനത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മുരളിക്ക്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗംഭീരനായിട്ടുള്ള ഒരു നടനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് കാരണം മദ്യപിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതാണ്. ഒരു മദ്യത്തിനടിമയാവരുത്.
മുരളി എന്ന് പറയുന്ന നടനൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു ദിവസം മുരളിയെ വിളിക്കാൻ പോയപ്പോൾ മുരളിയുടെ അവസ്ഥ ഞാൻ കണ്ടതാണ്. മുരളി വിളിച്ചിട്ട് റൂം തുറക്കുന്നില്ല. ഇവരെല്ലാം കൂടെ എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി കരുനാഗപ്പള്ളിയിൽ ഒരു ഹോട്ടലിൽ. ഒന്ന് വിളിച്ചില്ല, തുറക്കുന്നില്ല, സാറൂടെ വരണമെന്ന്. ഞാൻ പോയിട്ട് വിളിച്ചപ്പോൾ പൂർണ്ണമായിട്ട് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കരുത്. മുരളിയെ പോലുള്ള ഒരു വലിയ നടനൊക്കെ നമുക്ക് നഷ്ടമായത് അതുകൊണ്ടാണ്. ആ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് തീരുന്ന ദിവസം ഞാനും മുരളിയും കൂടെ ഒരുമിച്ചാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്ക് മദേഴ്സ് കിച്ചണിൽ കയറും, നല്ല ഭക്ഷണം കഴിക്കും. മുരളിയുടെ ഒരു കാലത്ത് മുരളിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാത്ത അവസരം ഉണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ വരിക, ഞങ്ങളുടെ ഓഫീസ് ക്യാൻറ്റീനിലാണ് മുരളി എല്ലാ ദിവസവും വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുരളിക്ക്. ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കെയർ ഓഫിലാണ് വരുന്നത്. എൻ്റെ മാത്രമല്ല, അവിടെ ഒരുപാട് പേര് മുരളിയുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അത് മുരളി കഴിച്ചിട്ട് പോവും. അത് പൈസ കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, നമ്മൾ കൊടുത്തോളൂ. പക്ഷേ അത് മുരളി വീട്ടി തിരിച്ച് ഇതുപോലെ അവിടെ നിന്ന് വരുമ്പോഴേ, കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുമ്പോഴും മുരളി ആ വരുന്ന ദിവസങ്ങളിലെല്ലാം മുരളിയാണ് ഭക്ഷണത്തിന് പൈസ കൊടുത്തത്. ഒരു വലിയ സൗഹൃദം. ആ മുരളിയൊക്കെ ആ അത്രയും പ്രായത്തിലൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കാളും 3 വയസ്സ് ഇളയതാണ്. വിധേയൻ കഴിഞ്ഞ ഉടനെയാണ് പൊന്തന്മാട എന്ന് പറയുന്ന സിനിമ TV ചന്ദ്രൻ എടുക്കുന്നത്. അതിൽ മമ്മൂട്ടി ഒരു വേഷം അഭിനയിക്കുന്നുണ്ട്, നസ്രുദ്ദീൻ ഷായുണ്ട്. അതിൽ മമ്മൂട്ടി ചെയ്യുന്ന വേഷം ഏതാണ്ട് വിധേയനിൽ ഞാൻ ചെയ്ത വേഷത്തിനോട് സാമ്യമുള്ളൊരു വേഷമാണ്. പൂർണ്ണമായിട്ട് അതല്ല, എന്നാലും അതുപോലെ ഒരു പാവപ്പെട്ട ഒരു ജോലിക്കാരനായിട്ടുള്ള വേഷമാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് അവാർഡിന് പോയി. മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഈ പൊന്തന്മാടയിലെ അഭിനയവും കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. വിധേയനിലെയും പൊന്തന്മാടയിലെയും അഭിനയം കൺസിഡർ ചെയ്തിട്ടാണ്. അതിൽ എൻ്റെ പേരും കൺസിഡറേഷനിൽ വന്നു. അത് എനിക്ക് കിട്ടിയില്ല. മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടി. എനിക്ക് സ്റ്റേറ്റ് അവാർഡിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് എനിക്കും കിട്ടി. ഇവിടുത്തെയും ബെസ്റ്റ് ആക്ടർ, കേരള സ്റ്റേറ്റിൻ്റെയും ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി തന്നെയായിരുന്നു. എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് ഉണ്ടായിരുന്നു ആ വർഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ ഒരു ടെലിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ചെയ്തു. സീരിയലെന്ന് പറയാൻ പറ്റില്ല അത്, പക്ഷെ അത് എപ്പിസോഡ് വൈസായിട്ടാണ് കാണിച്ചത്. പക്ഷേ ഷൂട്ട് ചെയ്തതൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ. സദാശിവൻ്റെ കുംഭസാരം എന്നാണ് അതിൻ്റെ പേര്. ഈ സദാശിവനായിട്ട് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ജഗദീഷിനെയായിരുന്നു. അവർ തമ്മിൽ വേറെ എന്തോ ഇതിൽ പേരിൽ ജഗദീഷിന് വരാൻ പറ്റിയില്ല. വേറെ പടമുണ്ടോ അങ്ങനെ ഉണ്ടോ ആയിട്ട് ജഗദീഷിന് വരാൻ പറ്റിയില്ല. അപ്പോഴാണ് എൻ്റെ ഇതിലൊക്കെ ഞാൻ ഈ വിധേയനിൽ അഭിനയിച്ചതിൻ്റെ ഇതൊക്കെ വരാൻ തുടങ്ങി, റൈറ്റപ്പൊക്കെ വരാൻ തുടങ്ങി. സിനിമ റിലീസ് ആയിട്ടില്ലെങ്കിലും റൈറ്റപ്പൊക്കെ വന്നു തുടങ്ങി. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് എന്നെ, അതുവരെ ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല, TV ചന്ദ്രൻ ഞാൻ തമ്മിൽ പരിചയമൊന്നുമില്ല, എന്നെ അതിനെ കൺസിഡർ ചെയ്യുന്നത്, എന്നെ ആ വേഷത്തിൽ ചെയ്യാനായിട്ട് വിളിക്കുന്നത്. ഒരു ദിവസം വിളിച്ചത് ഫുൾ വായിച്ചു, ഹോട്ടലിൽ നിന്ന് തന്നെ മുഴുവൻ വായിച്ചതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര വർക്കായിരുന്നു. സദാശിവൻ എന്ന് പറയുന്ന ഒരു പാവം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, സ്വയം ജീവിക്കാൻ മറന്നുപോയ ഒരു മനുഷ്യൻ, അങ്ങനൊരു കഥാപാത്രം. പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്. പക്ഷേ അയാൾക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വയം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴൊക്കെ ഓരോ കുഴി ചെന്ന് ചാടുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ്റെ തന്നെ സിനിമകൾ 3 സിനിമ ഞാൻ ചെയ്തു. മങ്കമ്മ, പാടവന്ന ഒരു വിലാപം, വിലാപങ്ങൾക്കപ്പുറം. അപ്പോൾ ഞാൻ വളരെ എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്തിട്ടുള്ളത് TV ചന്ദ്രൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ്. നമുക്കിഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കഥാപാത്രത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നടൻ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നടന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഒരു നല്ല നടനാണെങ്കിൽ
ആ നടന് ആ ക്യാരക്ടറിനെ ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. ആ അവസരം കൊടുത്താൽ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ട് വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള ഒരു നടനെ ഒരുപാട് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അയാളുടെ പെർഫോമൻസ് കിട്ടാൻ. അത് അയാൾക്ക് അഭിനയിക്കാനറിയാം. അയാളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്ത് അയാൾ ഏത് ക്യാരക്ടറും അയാൾ ചെയ്യും. അങ്ങനെ ആ സ്വാതന്ത്ര്യം ഒരു നടന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ടി വി ചന്ദ്രൻ എന്ന് പറയുന്ന ഡയറക്ടർ പൂർണ്ണമായിട്ടും ആ ഒരു തിയറി ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടി വി ചന്ദ്രൻ്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്ത വേഷങ്ങളെല്ലാം ഞാൻ എൻജോയ് ചെയ്ത് അഭിനയിച്ചു. അപ്പോൾ പിന്നെ അടൂർ സാറിനെ പോലെ തന്നെ എനിക്ക് സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഉണ്ട് ടി വി ചന്ദ്രനോട്. ടി വി ചന്ദ്രൻ എന്താ എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ, നമ്മൾ പെർഫോം ചെയ്യുന്നത് പുള്ളി എൻജോയ് ചെയ്യും. പുള്ളി ആസ് എ ഡയറക്ടർ അവിടെ ഇരുന്ന് ആക്ഷനും കട്ടും പറയുന്നതിനിടയ്ക്ക് ഇത് കണ്ട് പുള്ളി എൻജോയ് ചെയ്യുകയാണ് ശരിക്കും. ഞാനൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു സീനുണ്ട്. ആ ഭക്ഷണം കഴിക്കുന്ന സീനെന്ന് പറയുന്നത് ഒരു വലിയ ഹോട്ടലിൽ കയറി പിന്നെ ഒരുപാട് വിഭവങ്ങൾ നിരത്തി വെച്ച് ഈ ഭക്ഷണമൊക്കെ ഇയാൾ ഈ ഭക്ഷണം കഴിക്കുന്നത്, ഈവൻ ഈ സദാശിവൻ ഭക്ഷണം കഴിക്കുന്നത് ഈ ഭക്ഷണ പദാർത്ഥങ്ങളോടുകൂടി സംസാരിച്ചിട്ടാണ്. നിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം, നീ അവിടെ ഇരിക്കും, തൽക്കാലം നിന്നെ കഴിക്കാം. ഇങ്ങനെ ഓരോന്നും പറഞ്ഞാണ് എൻജോയ് ചെയ്താണ്. അപ്പോൾ ഇയാളുടെ മുഖത്ത് ചിരിയൊന്നുമില്ല. ഇയാൾ വളരെ സീരിയസ് ആയിട്ട് ആ ഭക്ഷണ പദാർത്ഥങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഇയാൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ഈ ഡയറക്ടർ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് വെച്ചാൽ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് കട്ട് പറയുന്നില്ല. ഞാൻ ഇതെന്താന്ന് ആവുന്നത്ര എല്ലാം നോക്കിയപ്പോൾ പുള്ളി അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ടി വി ചന്ദ്രൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. പുള്ളിയുടെ സിനിമ മങ്കമ്മ എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ പാഠമൊന്ന്, ഒരു വിലാപങ്ങൾക്ക് പാഠമൊന്ന് ഒരു വിലാപമൊക്കെ നടക്കുമ്പോഴേ ഒറ്റപ്പാലത്തായിരുന്നത്. അപ്പോൾ അതിൽ ഈ നായികയുടെ അമ്മാവനായിട്ടാണ് അമ്മയുടെ സഹോദരൻ. അപ്പോൾ ഈ കല്യാണം നടക്കുന്നുണ്ട് അവിടെ. കല്യാണം നടക്കുമ്പോൾ ആ കല്യാണ സീൻ എടുക്കുന്നതിൻ്റെ അന്ന് പവിത്രൻ വരുന്നുണ്ട്. പവിത്രനും ഇവരെല്ലാം കമ്പനിയാണ്. അപ്പോൾ ഇവരൊരു കമ്പനി, കുറേ ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെല്ലാം ആര് സിനിമ എടുത്താലും ബാക്കിയുള്ളവർ ഈ ഷൂട്ടിംഗ് ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇവരെ കാണാൻ വരും, അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് കാണാൻ വരും. അതൊരു ചടങ്ങാണ് അവരുടെ. അപ്പോൾ പവിത്രൻ ഒരു ദിവസം ഇതുപോലെ ആ കല്യാണ സീക്വൻസിൻ്റെ അപ്പോൾ എടുക്കുമ്പോൾ അത് വന്നപ്പോൾ പവിത്രനറിയാലോ ഭയങ്കര നർമ്മബോധമുള്ളൊരു മനുഷ്യനായിരുന്നു. പവിത്രൻ്റെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടപ്പൻ സാക്ഷി എന്ന്, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ പവിത്രൻ അവിടെ വന്നു. പവിത്രൻ വന്ന് ഇങ്ങനെ സീൻ കഴിഞ്ഞു, കട്ട് പറഞ്ഞു. ബാക്കി അടുത്ത ഷോട്ടേ എടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ ഒന്ന് പവിത്രൻ ചെന്ന് ചന്ദ്രൻ്റെ അടുത്ത് നിന്ന്, ചന്ദ്ര നീ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടാ എന്ന് പറഞ്ഞു. ചന്ദ്രൻ ചോദിച്ചു എന്താ അങ്ങനെ? അല്ല, മുമ്പൊക്കെ നിൻ്റെ ഷോട്ടിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആൾക്കാർ മൊന്തയൊക്കെ ആയിട്ട് പോകും, ഇപ്പോൾ കണ്ട വാർപ്പും ചെമ്പും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്, നീ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ചിരിച്ചു. അപ്പോൾ ഈ പവിത്രൻ്റെ ഒരു നർമ്മബോധം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പണ്ട് ഈ ഭരതൻ്റെ ഒരു സിനിമയില്ലേ, ലാസ്റ്റ് സിനിമയില്ലേ, ആ സിനിമ അധികം ഓടിയില്ല, ഭരതൻ്റെ പൊളിഞ്ഞൊരു സിനിമയായിരുന്നത്. അപ്പോൾ അത് ഭരതനും പവിത്രനും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ പവിത്രൻ ചെന്നിട്ട് പടം പൊളിഞ്ഞു. പവിത്രൻ ചെന്നിട്ട് ഭരതൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പടത്തെക്കുറിച്ച് 2 അഭിപ്രായം ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. അതെന്താണ് 2 അഭിപ്രായം? ഒന്ന് പടം മോശമാണെന്നാണ്. അത് മനസ്സിലായി. അത് മറ്റേ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പടം മോശമല്ലേ എന്നൊരു അഭിപ്രായം കൂടി ഉണ്ടെന്ന്. അത്രയ്ക്ക് ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് പവിത്രൻ. പവിത്രനൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ നഷ്ടമാണ്. പവിത്രൻ്റെ കുട്ടപ്പൻ സാക്ഷി എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുട്ടപ്പനായിട്ടാണ് ഞാൻ ചെയ്തത്. അത് കുട്ടപ്പൻ എന്ന് പറയുന്ന ആൾ 1900 ജനിച്ച ആളാണ്. ആ സിനിമ എടുക്കുന്നത് 2000 2000. അപ്പോൾ 100 വയസ്സാവേണ്ടതാണ്.
പക്ഷേ അതിനിടയ്ക്ക് വന്ന ഈ ഈ ഈ പിന്നെന്താ സാമൂഹ്യ രാഷ്ട്രീയമായ മാറ്റങ്ങൾ, സാമ്പത്തികമായ മാറ്റങ്ങൾ, ഇതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് സ്റ്റക്കായിപ്പോയ ഒരാളാണ് ഈ കുട്ടപ്പൻ. അങ്ങനെ വളർച്ച മുരടിച്ചു പോയ ഒരാൾ, അങ്ങനെ 40 വയസ്സിൽ ആയിട്ടുള്ളൂ. അയാളുടെ മക്കൾക്ക് 60 വയസ്സും 70 വയസ്സും ഒക്കെ ആവുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് 40 വയസ്സാവുന്നു. 40 വയസ്സിൽ ഇയാൾ സ്റ്റക്കായിപ്പോയി. അങ്ങനെ ക്യാരക്ടറിനെ കൺസീവ് ചെയ്യാൻ പറ്റുമോ? അതൊരു ജീനിയസിനെ പറ്റുള്ളൂ. അങ്ങനെയുള്ള ജീനിയസാണ് പിന്നെ പവിത്രനും അതുപോലെ തന്നെ പത്മരാജനും ഒക്കെ. ഞാൻ ഗന്ധർവൻ പോലെയുള്ള ഒരു അതിലെ ഗന്ധർവനെ പോലെയുള്ള ഒരു ക്യാരക്ടറിനെ കൺസീവ് ചെയ്യാൻ ജീനിയസിനെ പറ്റുള്ളൂ. ഇവരൊക്കെ ജീനിയസാണ്. അനുഭൂതിയിൽ ഞാൻ പറഞ്ഞല്ലോ, വാണി വിശ്വനാഥും ഖുശ്ബുവുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന വാണി വിശ്വനാഥനാണ്, അന്നത്തെ അതനുസരിച്ച് വാണി വിശ്വനാഥനാണ് ധൈര്യം കൂടുതലെന്നാണ്. പക്ഷേ അതിൽ പാമ്പിനെ പിടിക്കുന്നൊരു രംഗമുണ്ട്. എന്ത് ചെയ്താൽ ഈ വാണി വിശ്വനാഥ് പാമ്പിനെ പിടിക്കില്ല. അതേസമയം നമ്മൾ പാവമെന്ന് വിചാരിച്ച ഖുശ്ബു ഉണ്ടല്ലോ, ഖുശ്ബു അത് ആ പാമ്പിനെടുത്ത് കഴുത്തിൽ കൂടെ ഇടുമായിരുന്നു.